നമസ്കാരം. എത്രയും വേഗം ഇറാനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ വൈകുന്ന ഓരോ മണിക്കൂറും ഓരോ ദിവസവും അപകടകരമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഇറാനിലേക്ക് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ. എന്നാൽ ഈ ആക്രമണങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇറാനെ തളർത്താനോ തകർക്കാനോ കഴിയുന്നില്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് ട്രംപ് വീണ്ടും അങ്കലാപ്പിലാവുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇന്നു നടന്ന ആക്രമണങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏറെ നേരം നീണ്ടുനിന്ന ആക്രമണങ്ങൾ അമേരിക്ക തുടർച്ചയായി ഇറാന് നേരെ അഴിച്ചുവിട്ടു എന്നത് തന്നെയാണ്. അത് തെളിയിക്കുന്നത് ട്രംപിന് മേൽ അത്രമേൽ ഭയം ഉരുണ്ടുകൂടിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. സ്വന്തം ജീവനിൽ കൊതിയില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകുമോ? അവൻ എത്ര വലിയ ലോക നേതാവായാലും പ്രസിഡന്റ് ആയാലും. അതാണ് ട്രംപിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോൾ പറയാനുള്ളത്. കാരണം ജൂൺ 15-ന് വെടിനിർത്തൽ കരാർ തയ്യാറാക്കി 17-ന് ഒപ്പുവെച്ച് വെടിനിർത്തൽ കരാർ പുരോഗമിക്കുന്നതിനിടയിൽ ഇറാന്റെ കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഹോർമുസ് കടലിടുക്കിൽ പുതിയ പാതയുണ്ടാക്കി അതുവഴി കപ്പലുകളെ പറഞ്ഞുവിട്ട് ഇറാന്റെ ഹോർമുസിലെ ഗ്രിപ്പ് അവസാനിപ്പിക്കുക എന്ന കുതന്ത്രമാണ് അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഹോർമുസിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. അതിൻ പ്രകാരം ഖാംനേയിയുടെ സംസ്കാര ചടങ്ങിനിടയിൽ ഇറാന്റെ കണ്ണു വെട്ടിക്കാമെന്ന് കരുതി ചില കപ്പലുകൾ വളഞ്ഞ വഴിയെ ഒമാൻ തീരത്തുകൂടി സഞ്ചരിച്ചു. അതായത് ഇറാന്റെ ഹോർമുസിനോട് ചേർന്നുള്ള ഭാഗത്തിന്റെ തെക്ക് വശത്തുകൂടി. അത് തിരിച്ചറിഞ്ഞ ഇറാൻ ആ കപ്പലുകൾ അടിച്ചു തകർത്തു. തങ്ങളുടെ പദ്ധതികൾ അതിദയനീയമായി ചീറ്റിയതിന്റെ ദേഷ്യത്തിൽ ട്രംപ് വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ കരാർ കീറിയെറിഞ്ഞു. അതായത് ആത്യന്തികമായി യുദ്ധം ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഹോർമുസിലേക്ക് മാത്രമാണ്. ഇത് ആയത്തുള്ള അലി ഖാംനേയി എഴുതി വെച്ച സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് മണ്ടന്മാരായ അമേരിക്കയ്ക്ക് മനസ്സിലാകുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം. കാരണം ആയത്തുള്ള അലി ഖാംനേയി കൊല്ലപ്പെടുന്നതിന് വളരെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, യുദ്ധമുണ്ടായാൽ അതെങ്ങനെ തീർക്കണം, എവിടെ തീർക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, ഹോർമുസ് ഞങ്ങൾ അടയ്ക്കുമെന്ന്. അതായത് ഇത് തന്നെയായിരുന്നു ഖാംനേയിയുടെ പദ്ധതി. ഹോർമുസ് അടയ്ക്കുന്നു, ലോകത്തെ സമ്മർദ്ദത്തിലാക്കുന്നു, ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. അങ്ങനെ അമേരിക്കയ്ക്ക് ശക്തമായ സമ്മർദ്ദം കൊടുക്കുന്നു. ഏതാണ്ട് അതുതന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിനു മേലേക്ക് ഈ യുദ്ധം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനു മേലേക്ക് ഇറാന്റെ നിയന്ത്രണം ശക്തമായിരിക്കുന്നു. ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ വധിക്കുമെന്ന ഇസ്രായേൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ എത്രയും വേഗം ഇറാനെ തളയ്ക്കുക, ഇറാനെ നിർവീര്യമാക്കുക എന്ന നയതന്ത്രത്തിലേക്ക്, യുദ്ധതന്ത്രത്തിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു. ഇറാനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനോ ഇറാനുമായി ചർച്ച നടത്തി ഇനി പുതിയ കരാർ ഉണ്ടാക്കാനോ ഒന്നും സാധിക്കില്ല എന്ന് ഇറാൻ തീർത്തു പറഞ്ഞ സാഹചര്യത്തിൽ ഇനി ഇറാനെ അതിവേഗം ആക്രമിച്ച് തീർക്കുകയല്ലാതെ ട്രംപിന്റെ ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് തോന്നിയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ഒരിടവേളയ്ക്ക് ശേഷം ഖാംനേയിയുടെ സംസ്കാര ശുശ്രൂഷ ചടങ്ങുകൾ അവസാനിച്ചതിന് പിന്നാലെ മുജ്തബ ഖാംനേയി പ്രത്യക്ഷപ്പെട്ടതോടെ അമേരിക്കയ്ക്ക് വാർണിംഗ് സിഗ്നൽ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നു നടന്ന ആക്രമണങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞത്. ആ ആക്രമണങ്ങളുടെ ശൈലി നോക്കുക. ഏതാണ്ട് 1.5 മണിക്കൂർ നേരം ഇറാനിലെ ദ്വീപുകൾക്കും തുറമുഖ നഗരങ്ങൾക്കും നേരെ അമേരിക്ക തുടർച്ചയായി ആക്രമണം നടത്തി. അത് ഈ യുദ്ധത്തിൽ ആദ്യമാണ്. സാധാരണഗതിയിൽ വളരെ വേഗത്തിൽ വന്നു പോകുന്ന മിന്നലാക്രമണങ്ങളുടെ ശൈലിയാണ് അമേരിക്ക ഇറാനിലേക്ക് സ്വീകരിക്കാറ്. അതും പല പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഒരേ സമയമായിരിക്കാം, അല്ലെങ്കിൽ ഇടവിട്ടുള്ള ഇടവേളകളിൽ ഒരേ സ്ഥലത്തായിരിക്കാം. പക്ഷെ ഇത്തവണ തുടർച്ചയായി 1.5 മണിക്കൂർ, 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാനിലേക്ക് നടത്തുന്നു. അതിൻ്റെ ലക്ഷ്യം ഇറാനെ എത്രയും വേഗം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അപകടമാണ് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു മണിക്കൂറിലധികം നീണ്ടുനിന്ന, 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ശക്തമായ ആക്രമണം അത് ഇറാനെ വല്ലാതെ തളർത്തിയിട്ടുണ്ടാകും, തകർക്കാൻ ഉതകുന്ന വിധത്തിലായിരിക്കും എന്ന് അമേരിക്ക സ്വപ്നം കണ്ടു. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ അതിശക്തമായ തിരിച്ചടികൾ നടത്തി. ബഹ്റൈനിലും കുവൈറ്റിലും ജോർദാനിലും ഒമാനിലേക്കും ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു ഇറാൻ. എന്ന് മാത്രമല്ല, 2 പുതിയ കപ്പലുകൾ കൂടി ഹോർമുസിൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് IRGC എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത.
അതുപോലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എവിടെയൊക്കെയായിരുന്നു ആ ആക്രമണങ്ങൾ എന്ന് പരിശോധിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട കമാൻഡിംഗ് സെന്ററുകൾക്ക് നേരെ അടക്കം ആക്രമണം നടന്നു എന്ന വാദമാണ്. ഒപ്പം ഈ ഹോർമുസ് കടലിടുക്കിലെ പ്രധാനപ്പെട്ട 2 കപ്പലുകൾ തകർക്കുന്നു. അതുപോലെ അമേരിക്കയുടെ ഗൾഫ് മേഖലയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ഒരു വശത്ത് ഗൾഫ് രാജ്യങ്ങൾ പാകിസ്ഥാന്റെ കൂടി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും ഒരു മധ്യസ്ഥ ശ്രമം അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ച നടത്തി വീണ്ടും ഒരു കരാർ കൊണ്ടുവന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ വെറും 1 മണിക്കൂർ നീണ്ട ആക്രമണത്തിന് ശേഷം ശക്തമായി തിരിച്ചടിച്ച് ഇറാൻ തങ്ങളുടെ ഭാഗം എന്താണ്, തങ്ങളുടെ നിലപാട് എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത നൽകുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ അർത്ഥം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകില്ലെന്ന് മാത്രമല്ല, 1 മണിക്കൂറോളം തലങ്ങും വിലങ്ങും ഇറാനെ തുടർച്ചയായി ആക്രമിച്ചിട്ടും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഭയമോ ഇറാന് സംഭവിച്ചിട്ടില്ല എന്നു തന്നെ. അതായത് ട്രംപിന്റെ ഏറ്റവും പുതിയ ഐഡിയയുടെ ഇറാനെ തുടർച്ചയായി കുറേയധികം സമയം ആക്രമിച്ച് ഒരുപാട് കേന്ദ്രങ്ങൾ ഒരേ സമയം ഇല്ലാതാക്കി അങ്ങനെ ഇറാന്റെ തിരിച്ചടി അവസാനിപ്പിക്കാമെന്ന ട്രംപിന്റെ ഏറ്റവും പുതിയ തന്ത്രത്തിന്റെ അടിവേരിളക്കുന്ന വിധത്തിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കുന്നു. ഹോർമൂസിലുള്ള സകല കപ്പലുകളും തകർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല. കാരണം ഇന്ന് 2 കപ്പലുകളാണ് തകർത്തിരിക്കുന്നത്. ഇനി അങ്ങോട്ട് സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകും. ഒമാൻ തീരത്തുകൂടെ എന്നല്ല, ഏത് തീരത്തുകൂടെയും ഹോർമൂസിൽ ഇനി കപ്പലുകൾ പോകണ്ട. ഇനി പോകണമെങ്കിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചതിന് ശേഷം മാത്രം മതി എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഹോർമൂസ് വിട്ടൊരു കളിക്ക് ഇറാൻ തയ്യാറല്ല. ഹോർമുസിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വിലപേശി തങ്ങളുടെ ആവശ്യങ്ങൾ പരിപൂർണമായി നടപ്പാക്കി എടുക്കുക എന്നത് തന്നെയാണ് ഇറാന്റെ ലക്ഷ്യം, ഇറാന്റെ സ്വപ്നം. അതിൽ ഇറാനുമേലുള്ള സകല ഉപരോധങ്ങളും നീക്കുന്നതടക്കം, ഇറാനെതിരായിട്ടുള്ള സകല സൈനിക നീക്കങ്ങളും അവസാനിപ്പിക്കുന്നതടക്കം, ഇറാന് നഷ്ടപരിഹാരമായി വലിയ തുകകൾ വാങ്ങിയെടുക്കുന്നതടക്കമുള്ള നിരവധി പദ്ധതികളുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ട്രംപിന്റെ തണ്ടൊടിക്കുന്ന വിധത്തിൽ, ട്രംപിന്റെ അഹങ്കാരം ഇല്ലാതാക്കുന്ന വിധത്തിൽ, ട്രംപിന്റെ എന്തും ചെയ്യാം ആർക്കെതിരെയും എന്നുള്ള ധാർഷ്ട്യം ഇല്ലാതാക്കുന്ന വിധത്തിൽ, വെനസ്വലയും ഗസയുമല്ല ഇറാൻ എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഇറാൻ ശക്തമായ പ്രഹരം ട്രംപിന് നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പത്മവ്യൂഹത്തിൽ നിന്ന്, ഈ ചക്രവ്യൂഹത്തിൽ നിന്ന്, എത്തിപ്പെട്ടിരിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നത്തിൽ നിന്ന്, പിടിച്ചിരിക്കുന്ന പുലിവാലിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇറാൻ പറയുന്ന വഴിക്ക് പോവുക മാത്രമാണ് ഏകപോം വഴിയെന്ന് ട്രംപിനെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന വിധത്തിലേക്ക് ഇറാൻ നിർണായകമായ കളി കളിച്ചിരിക്കുന്നു. 1 മണിക്കൂർ മാത്രം മതിയായിരുന്നു അത് തീരുമാനമാകാൻ. കാരണം അത്രയും നേരം ഇറാനിലേക്ക് ആക്രമണം നടത്തിയ ഒരൊറ്റ മണിക്കൂറിന് തൊട്ടു പിന്നാലെ ശക്തമായ തിരിച്ചടി എല്ലാത്തിനും ചേർത്ത് കൊടുത്ത് ഹോർമൂസിലെ കപ്പലുകളും തകർത്ത് ഇറാൻ വീണ്ടും ട്രംപിനെ അടിച്ചിരുത്തിയിരിക്കുകയാണ്. ഇനി എങ്ങനെ ഇറാനെ കാൽ കീഴിൽ കൊണ്ടുവരും, ഇനി എങ്ങനെ ഇറാനെ പാഠം പഠിപ്പിക്കും, ഇനി ഇറാനെ എങ്ങനെ വേദനിപ്പിക്കും, എങ്ങനെ വരുതിയിലാക്കും, ആലോചിച്ചിട്ട് ട്രംപിന് ഒരെത്തും പിടിയുമില്ലാത്ത അവസ്ഥയാണ്. അതിൻ്റെ പരിസമാപ്തി ഇറാൻ പറയുന്നിടത്ത് ട്രംപ് എത്തി നിൽക്കുക എന്നത് മാത്രമാണ് എന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു.